ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രൂപസേനൻ്റെ അടുത്ത് കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമാണോ അതോ അഭിനയമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഷാരി അവിടെ ഒളിഞ്ഞും പാത്തൊക്കെ എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മുടെ സരയുവിൻ്റെ അടുത്തുനിന്ന് മനോഹർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ മനോഹറിൻ്റെ മറ്റൊരു പെണ്ണായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുക കേട്ടോ. വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മനോഹരനാണെങ്കിൽ ആ പെണ്ണെ കല്യാണം കഴിക്കാൻ ഇവിടെ നിന്ന് എന്തായാലും ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ മനോഹർ ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വയ്ക്കണം. കാരണം സരയു മാത്രമേ ഉള്ളൂ. രാഹുലിന് ഉറക്കഗുളിക കൊടുത്തവിടെ മയക്കി കിടത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടണം. അത് മാത്രമേ മനോഹറിൻ്റെ വിചാരമുള്ളൂ. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരരുത്. ഇവിടെ നിന്ന് നഷ്ടക്കച്ചവടമാണ്, എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് വേറൊരു പെണ്ണിനെ കെട്ടി അവരുടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റി ഇരട്ടിയായിട്ട് അടിച്ചു മാറ്റണം. അപ്പോൾ ഇവിടുത്തെ ഉണ്ടായ വിഷമവും നഷ്ടമൊക്കെ അങ്ങോട്ട് മറന്നോളും എന്ന് നമ്മുടെ മനോഹർ വിചാരിക്കണം. അങ്ങനെ മനോഹർ മതിൽ ചാടി സരയുവിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും അതൊന്നും നമ്മുടെ സരയും ഷാരിയും സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ രക്ഷപ്പെടാൻ പോണ മനോഹരനെ കൈയോടെ പിടിക്കുവാണ് സരയും ഷാരിയും കൂടിയിട്ട്. അപ്പോഴൊന്നും അവർക്ക് സത്യം മനസ്സിലാവില്ല. അതെ, ഇനി പ്രകാശിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രകാശിനും കല്യാണിയും ഒന്നായി. ആ ഭാഗങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പോകുന്ന ഭാഗം മനോഹറിന്റെ തന്നെയാണ്ടോ. മനോഹർ ഒരു ഫ്രോഡാണെന്നും ഒരു കല്യാണ രാമനാണെന്നുള്ള സത്യങ്ങളൊക്കെ സരയു അറിയാണ്. അങ്ങനെ അറിയണ സരയു മനോഹരനെ ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷം സരയു ആകെ പിടിച്ച അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ രാഹുലിലെ വട്ടൊന്നുമില്ല, വട്ടനാണെന്ന് പറഞ്ഞിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഷോക്ക് കൊടുക്കുവാണ്. പക്ഷെ സരയുവിന്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ, ശരിക്കും മെന്റൽ തന്നെ ആകും. എന്തായാലും അതിന് പുറമെയാണ് ഷാരിയുടെ മകളല്ല, ആ സംസാരിക്കാൻ കഴിയാത്ത ആ പാവപ്പെട്ട താരയുടെ മകൾ കൂടിയാണെന്ന് സരയു അറിയുമ്പോൾ ഒന്നും കൂടി സരയു തകരാൻ പോവാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.